നമസ്കാരം. സനോജി 2 തവണ ദേവസ്വം കമ്മീഷണർ, 1 തവണ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഇപ്പോൾ ശബരിമല ചെമ്പ് പാളിയാക്കി എഴുതി വെച്ച കേസിൽ 3-ാം പ്രതി എൻ വാസു അറസ്റ്റിലായിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത്. എന്തു പറയുന്നു സൂസൻ? കഴിഞ്ഞ ദിവസം തത്വമേ ഇത് സംബന്ധിച്ച് വിശദമായ വാർത്ത കൊടുത്തിരുന്നു. കാര്യം എൻ വാസുവിന്റെ അറസ്റ്റ് വൈകുന്നു. എന്തുകൊണ്ട് എൻ വാസുവിന്റെ അറസ്റ്റ് വൈകുന്നു എന്നുള്ളതായിരുന്നു നമ്മുടെ വാർത്ത. കാര്യം വാസു കൃത്യമായി ഇതിലെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ഈ ഒരു കേസിലെ വാസു അറസ്റ്റിലായി കഴിഞ്ഞാൽ വാസുവിനെ തൊട്ട് പിന്നീട് അങ്ങോട്ട് അഴിഞ്ഞു വീഴുന്നത് രാഷ്ട്രീയ മുഖംമൂടികളാണ്, വലിയ മുഖംമൂടികളാണ്. അപ്പൊ അതുകൊണ്ടാണ് പരമാവധി വാസുവിന്റെ അറസ്റ്റ് വൈകി പോയത്. പക്ഷേ നിർണായക കോടതിയുടെ അഡമന്റായിട്ടുള്ള തീരുമാനം അതിൽ ആർക്കും അടിപ്പെടാൻ പറ്റുന്നില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. കാര്യം കോടതി ഇത്രയധികം ശക്തമായി നിൽക്കുന്നത് കൊണ്ടാണ് മറ്റ് സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങാതെ കേസിന്റെ ശരിയായ വഴിയിൽ കൂടി SITക്ക് മുന്നോട്ട് പോകേണ്ടി വരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് SIT ഇപ്പോൾ വാസുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ചോദ്യം ചെയ്യലിനായി വാസുവിനെ വിളിപ്പിച്ചപ്പോൾ സാവകാശം ആവശ്യപ്പെട്ടില്ല. അന്ന് ചോദ്യം ചെയ്യലില്ല, മൊഴിയെടുക്കുക. അതെ. അന്ന് ഈ അദ്ദേഹം സാവകാശം ചോദിച്ചിരുന്നു, ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ സംപ്രേഷണം ചെയ്തപ്പോൾ പലരുടെയും കമന്റ് ഞാൻ അതിന് താഴെ ആയിട്ട് കണ്ടു. അതായത് സ്വർണം അടിച്ചുകൊണ്ട് പോയപ്പോൾ ഈ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നോ, ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോഴാണോ ആരോഗ്യ പ്രശ്നം എന്നൊക്കെയുള്ള കമന്റുകൾ അതിന്റെ താഴെ ഉണ്ടായിരുന്നു. എന്തായാലും SIT വളരെ കൃത്യമായ നീക്കമാണ് നടത്തിയിരിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തെ ഒരുപക്ഷെ ചോദ്യം ചെയ്തേക്കും എന്നുള്ള ഒരു വാർത്ത രാവിലെ മുതൽ വരുന്നുണ്ടായിരുന്നു. പക്ഷെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ച വാസുവിനെ SIT അറസ്റ്റിലാക്കിയിരിക്കുകയാണ്. നേരത്തെ സൂറസൻ സൂചിപ്പിച്ചതുപോലെ കേസിലെ 3-ാം പ്രതിയാണ് അദ്ദേഹം. എന്നിട്ടും 4-ാം പ്രതി അറസ്റ്റിലായിട്ടും ഇദ്ദേഹം ഇതുവരെ അറസ്റ്റിലായിരുന്നില്ല. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 5-ാം അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 5-ാമത്തെ അറസ്റ്റാണ്. ഇദ്ദേഹം ഒരു CPM നോമിനി തന്നെയാണ്. തീർച്ചയായിട്ടും. കാര്യം ഇദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ പാരമ്പര്യം കൂടിയുണ്ട്. ഇദ്ദേഹം 2 തവണ കൊല്ലം ജില്ലയിലെ കുളക്കടയിൽ നിന്നുള്ള പഞ്ചായത്ത് പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഗുരുദാസന്റെ കൂടെ. അതെ. പിണറായിയുടെ വളരെയധികം വിശ്വസ്തനാണ്. അതുകൊണ്ടാണല്ലോ 2013-ലും 2019-ലും കമ്മീഷണറായി വരുന്നത്. കമ്മീഷണറായി അദ്ദേഹം മാറിയതിനു ശേഷം 10 മാസത്തെ ഇടവേള കഴിഞ്ഞ് പിന്നെ തിരിച്ചെത്തുന്നത് ദേവസ്വം പ്രസിഡന്റ് ആയിട്ടാണ്. പക്ഷേ അവിടെയും ഇദ്ദേഹത്തിന് വലിയ തിരിച്ചടികൾ ഉണ്ടായി എന്നുള്ളതാണ്. കാര്യം ഇദ്ദേഹം പ്രസിഡന്റ് ആകുന്ന കാലത്താണ് ആരും ശബരിമല കയറാത്ത ഒരു കാലം ഉണ്ടാകുന്നത്, കോവിഡ് കാലഘട്ടം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള തിരിച്ചടികളും അദ്ദേഹം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിലും എന്തായാലും ഈ കേസിൽ ഇദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുമ്പോഴാണ് 2019-ലെ കട്ടളപ്പാളി കേസിലുമായി ബന്ധപ്പെട്ട സുപ്രധാന ഉത്തരവ് കൊടുത്തത് ഇദ്ദേഹമാണെന്ന് കണ്ടെത്തുന്നത്. അതിൽ ആ ഒരു ഗൂഢാലോചനയിൽ ഇദ്ദേഹത്തിന്റെ പങ്ക് കൃത്യമായതോടുകൂടി കുറെ നാളായി SIT വാസുവിനെ എതിരെ ഉള്ള അന്വേഷണം നടത്തുകയായിരുന്നു. സ്മാർട്ട് ക്രിയേഷൻസിലും മറ്റ് സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിൽ വാസുവിനെ കൃത്യമായി ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഒഴിച്ചുകൂടാനാകാത്ത ഒരു അറസ്റ്റ് തന്നെയായിരുന്നു വാസുവിന്റെ അറസ്റ്റ്. അപ്പോൾ ഈ വാസുവിന്റെ അറസ്റ്റ് പ്രത്യേകിച്ചും നമുക്കറിയാം, തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വന്നതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഈ അറസ്റ്റ് വരുന്നത്. അപ്പോൾ അത് കേരള രാഷ്ട്രീയത്തിൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. കാര്യം വാസു എന്ന് പറയുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു കണക്റ്റിംഗ് പോയിന്റ് ആണ്. പല വലിയ മുഖങ്ങളും കണക്ട് ചെയ്യപ്പെടുന്നത് ഈ വാസുവിലാണ്. വാസു അറസ്റ്റിലായാൽ ആദ്യം തന്നെ പറയുന്നുണ്ടായിരുന്നു, വാസു പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് SITക്ക് മുന്നും പിന്നും നോക്കാതെ ചെന്ന് കയറേണ്ടത് കടകംപള്ളിയുടെ വീട്ടിലേക്കായിരിക്കുമെന്ന്. അപ്പോൾ ഇനി എന്തായിരിക്കും SITയുടെ നീക്കം എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും സുഹൃത്ത്. തീർച്ചയായിട്ടും വളരെ നിർണായകമായ ഒരു നീക്കമാണ് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എൻ വാസു മുൻ കമ്മീഷണറും 2 പ്രാവശ്യം കമ്മീഷണറും അതുപോലെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമായിരുന്ന എൻ വാസു അറസ്റ്റിലായി എന്നുള്ളതാണ് ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT 5-ാം അറസ്റ്റ്, SITയുടെ ഏറ്റവും 5-ാം അറസ്റ്റ്. ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, സുധീഷ് കുമാർ, KS ബൈജു, അതിനുശേഷം ഇതാ ഇപ്പോൾ എൻ വാസു. അപ്പോൾ ഇനി ഈ ഒരു കണ്ണി പിടിച്ചുകൊണ്ട് അടുത്ത് ആരായിരിക്കും? അടുത്ത് എന്തായാലും ചെറിയ മീനുകളായിരിക്കില്ല. ഇനി അറസ്റ്റിലാകുന്നതൊക്കെ വലിയ മീനുകളായിരിക്കും, തിമിംഗലങ്ങളായിരിക്കും. അപ്പോൾ അതാരായിരിക്കും എന്നുള്ള ഒരു ആകാംക്ഷ കൂടി നിലനിൽക്കുന്നുണ്ട്. പല പേരുകളും ഇതിനോടകം ഉയർന്നു കേട്ടിട്ടുണ്ട്. A പത്മകുമാറിനെ ഇപ്പോഴും മാറ്റി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അടുത്തിനി A പത്മകുമാറിലേക്കാണോ SIT എത്തുക, അതോ അതും കടന്ന് കടകംപള്ളിയുടെ വീട്ടുമുറ്റത്തേക്ക് SIT എത്തുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. രാഷ്ട്രീയ കേരളം മാത്രമല്ല, ഭക്തജന സഞ്ചയം മുഴുവൻ ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ചും ഒരു മണ്ഡല തീർത്ഥാടന കാലഘട്ടത്തിന് തുടക്കം കുറിക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ആ ഒരു വൃശ്ചിക പുലരിക്ക് മുമ്പ് ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കെട്ട കള്ളന്മാർ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ എത്തുമോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ അറിയേണ്ടത്. നമസ്തേ.